ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. റൂബിക്കയാണ്. അപ്പോൾ ഇത് വെച്ച് ഒരു അച്ചാർ പോലെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിത് വേവിച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത് ഒത്തിരി നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടിയാട്ടോ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്ത് ഒത്തിരി പറിച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വെള്ളത്തിലിട്ട് കഴുകി അതിനുശേഷം ആ കറുത്ത ഒരു സംഭവം മുകളിലുള്ളത് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എണ്ണയിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്കത് പെട്ടെന്നൊന്ന് കുക്ക് ആയതിലും ടേസ്റ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുത്തത് 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചാണ്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്ത് അത് ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അച്ചാർ പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ആ ഒരു റൂബിക്ക തിരുമ്മി വെച്ചപ്പോൾ ആ കല്ലുപ്പ് ഒന്ന് മെൽറ്റായി കിട്ടിയേക്കുന്ന ആ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് നമ്മുടെ ഈ റൂബിക്കയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് നമ്മുടെ റൂബിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് കൊടുക്കുക. ഒത്തിരി ചാറൊന്നും വേണ്ട. ഇത് കുറച്ചുള്ളെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടിപൊളി അച്ചാറുമാണ്. നമുക്ക് ഈ അച്ചാർ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇടുമ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. ഇതുപോലെ റൂബിക്ക അച്ചാറിട്ട് നോക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമ്മൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടു പോകണ്ട. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കൊച്ചു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് താങ്ക് യു ഫോർ വാച്ചിങ്.